ഡോക്ടർ ബി ആർ അംബേദ്കറെ അയ്യങ്കാളിയെ താരതമ്യപ്പെടുത്തിക്കൊണ്ടും അക്ഷരാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യൻ നടത്തിയ പോരാട്ടങ്ങളും ലോകോത്തര വിദ്യാഭ്യാസം നൽകിയ ഒരു മഹാനായ മനുഷ്യൻ നടത്തിയ പോരാട്ടങ്ങളും ഏകദേശം തുല്യമായി നിൽക്കുന്ന വിഷയങ്ങളിൽ എന്നുള്ളതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് നമ്മൾ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പുസ്തകത്തിന് 150 രൂപയാണ് വില. ഏത് കുറവാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്നത്തെ നിലയിൽ പുസ്തകത്തിന്റെ പ്രത്യേകം മറ്റെല്ലാം കാണാതെ നമുക്ക് അത്രയും രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്നു. KPMSന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ശ്രീ അനിൽ അവിടെ കടന്നു വരുമ്പോൾ അദ്ദേഹം ഈ കമ്മിറ്റിയുടെ മുൻപത്തെ ഏക ഒരു ഡിമാൻഡ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് 2019 അദ്ദേഹം തയ്യാറാക്കി വളരെ സാഹസപ്പെട്ട് തയ്യാറാക്കിയെടുത്ത പുസ്തകമാണ്. ആ പുസ്തകത്തെ ഒന്ന് പ്രകാശനം ചെയ്യിക്കാൻ പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുവാൻ KPMSന്റെ സഹായം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആദ്യമായി അഭ്യർത്ഥിച്ചു. അന്ന് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തൊരു വാക്കാണ് KPMSന്റെ നമ്മുടെ നേതൃത്വം കൃത്യമായും ഈ പുസ്തകം പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുന്നതിനുള്ള പരിശ്രമം നടത്തും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുള്ള സംഘടനാ നേതൃത്വമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിറക്കുന്ന സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നതിന് സർക്കാർ സമിതി കഴിയാത്ത സാഹചര്യത്തിൽ വളരെ പാടുകൊണ്ട് പല ആളുകളിൽ വായ്പയൊക്കെ സംഘടിപ്പിച്ചാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നമ്മൾ പ്രകാശനം ചെയ്തിട്ടുള്ളത്. ചങ്ങനാശ്ശേരിയിൽ പ്രിന്റ് ചെയ്ത് അവിടെ നിന്ന് ഞാൻ തന്നെ നേരിട്ട് പോയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് ഈ പ്രകാശനം നടന്നു. എന്തായാലും സഭ ഏറ്റെടുത്ത ആ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പുസ്തകം സംസ്ഥാനത്തുടനീളവും മറ്റെല്ലാ മേഖലകളിലും ആളുകളെല്ലാം ഇപ്പോഴും വാട്സപ്പ് വഴി ചോദിക്കുന്നുണ്ട് പുസ്തകം എങ്ങനെ കിട്ടും, എങ്ങനെ വാങ്ങാൻ കഴിയുമെന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. എന്തായാലും അത് പുസ്തകങ്ങൾ കൊറിയറായി തന്നെ അയച്ചു കൊടുത്തുകൊണ്ടും പുസ്തകങ്ങൾ വിതരണം ചെയ്യണം. കേരള പുനർവാസത്തിന്റെ 55 കൊല്ലത്തെ ചരിത്രത്തിൽ പുനർവാസയുടെ ആദ്യത്തെ ഒരു പ്രസിദ്ധീകരണം എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ആ പുസ്തകത്തിന്റെ പ്രചാരണത്തിനും മറ്റു കാര്യങ്ങൾക്കും സഹകരിക്കണം. വിശദമായി ഞാനൊന്നും തന്നെ പറയുന്നില്ല. ഈ സംരംഭം വിജയിപ്പിക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ സഭാജനങ്ങളോടും മറ്റ് അഭിനേതാക്കളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും വരും കാലങ്ങളിൽ ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ പ്രകാശനം ചെയ്യാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ KPMSന് ആഗ്രഹമുണ്ട്. അത്തരത്തിൽ പുതിയ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഈ മെയ് മാസം 8, 9, 10 തീയതികളിൽ KPMSന്റെ ഒരു പുതിയ സംരംഭം തരംഗം ബാലവേദിയുടെ തരംഗോത്സവം 2026 എന്ന പ്രോഗ്രാം ചേർത്തലയിൽ വെച്ച് നടത്തുകയാണ്. പട്ടികജാതി വിഭാഗത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന കൊച്ചുകുട്ടികൾ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള കലാമത്സരമാണ് നടത്തുന്നത്. 2 ദിവസം 3 ദിവസം നിൽക്കുന്ന കലാപരിപാടികളിലൂടെ കേരളത്തിൽ പട്ടികജാതി വിഭാഗങ്ങളിൽ ഉയർന്നു വരാൻ തരുന്ന കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുകയാണ്. സഭയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാം സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനുള്ള വാക്കുകൾ അവസാനിപ്പിക്കുന്നു.